ബിഗ് ബോസ് സീസൺ 6 ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരിൽ ഒരാളായി മാറിക്കൊണ്ടിരിക്കുന്ന ജിൻറ്റോയ്ക്ക് നേരെ വലിയൊരു ഭീഷണി സ്വരമാണ് ഇപ്പോൾ കേൾക്കുന്നത്. വലിയ ആരോപണമാണ് മുൻ മത്സരാർത്ഥി, ബിഗ് ബോസിൻ്റെ തന്നെ മുൻ മത്സരാർത്ഥി ദിയ സന ഇവിടെ ആരോപിച്ചിരിക്കുന്നത്. അപ്പം നമുക്കറിയാം, ജിൻറ്റോ ആദ്യമേ തുടക്കത്തിൽ ഒരു മണ്ടനായിട്ടൊക്കെ പലരും വിലയിരുത്തി. എന്നാൽ പിന്നീട് നിഷ്കളങ്കമായ രീതിയിൽ വലിയ തമാശകളൊക്കെ പൊട്ടിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കണ്ടെങ്കിലും പിന്നെ ഇപ്പോൾ വലിയ ഒരു ശക്തനായ പോരാളിയെ പോലെ എല്ലാ തരത്തിലും നിറഞ്ഞ് ആറാടുന്ന ഒരു കളിക്കാരനായിട്ട് എല്ലായിടത്തും വിവാദങ്ങൾ ഉണ്ടാക്കുകയും രൂക്ഷമായി പ്രതികരിക്കുകയും അതുവഴി പല തർക്കങ്ങളും പോർവിളികളും എല്ലാം ഉയർത്തി ഈ ഹൗസിൽ മൊത്തം ഒരു സീനാക്കുന്ന ആവശ്യത്തിനും അനാവശ്യത്തിനുമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് സാഹചര്യങ്ങൾ തീർത്തും വഷളാക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ജിൻറ്റോയുടെ കളി മാറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ദിയ സന പറയുന്നത് ജിൻറ്റോയ്ക്ക് സെക്ഷുവൽ ഫ്രസ്ട്രേഷൻ ചെറുതൊന്നുമല്ല എന്നാണ്. വിക്റ്റിം ആയിട്ടുള്ളവർ ഉടനെ രംഗത്ത് വരും എന്നാണ് ദിയ സന പറയുന്നത്. അതായത് ഈ ഇരയായിട്ടുള്ളവർ ജിൻറ്റോയ്ക്കെതിരെ പരാതിയുമായിട്ട് വരാൻ ഇനി അധിക സമയമൊന്നും വേണ്ടി വരില്ല, തനിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഈ ദിയ സന ഇവിടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത്. ജിൻറ്റോയെക്കുറിച്ച് പല കഥകളും പുറത്തു വരുമെന്നുമുള്ള രീതിയിലാണ് ഈ ദിയ സന ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, രജിത് കുമാർ 4.0യുടെ വെർഷനായിട്ടാണ് ഇപ്പോൾ ജിൻറ്റോയെ താരതമ്യം ചെയ്തിരിക്കുന്നത്. അതായത് കള്ളം പറയുന്നവരും സ്വന്തം അച്ഛനെ പോലും അവൻ്റെ ലാഭത്തിന് തട്ടിക്കളയുന്ന കൂട്ടത്തിലുമാണ് ജിൻറ്റോ എന്നുള്ള രീതിയിലാണ് ഇവിടെ ദിയ സന പറഞ്ഞു വെച്ചിരിക്കുന്നത്. പക്ഷേ എന്തൊക്കെയായാലും ഈ ആരോപണങ്ങൾ ആർക്ക് വേണമെങ്കിലും ഉന്നയിക്കാം, പക്ഷേ ഇതിന് വ്യക്തമായ തെളിവുകൾ വേണം. എന്നാലേ പ്രേക്ഷകർക്ക് അതിൽ എന്തെങ്കിലും കഴമ്പുണ്ടെന്ന് വിശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിന് ഏറെയായ ആളുകൾ മുന്നോട്ട് വന്ന് അതിനെക്കുറിച്ച് സംസാരിച്ച് അതിൻ്റെ ആ വ്യക്തത വരുത്തിയാലേ ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ തീയില്ലാതെ പുകയുണ്ടാവില്ല എന്നുള്ളത് സത്യമാണെങ്കിലും ഇതിൻ്റെ അകത്ത് ആരുടെ ഭാഗത്താണ് സത്യം എന്നുള്ളത് നമുക്കിപ്പോൾ ഒരാളുടെ ആരോപണത്തിൽ നിന്നൊന്നും പറയാൻ സാധിക്കില്ല. ജിൻറ്റോയുടെ ആ ഭാഗവും കൂടി കേട്ടാലേ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് അനുമാനിക്കാൻ സാധിക്കും. ശക്തനായ ഒരു പോരാളിയെ പോലെ ബിഗ് ബോസിൽ ഉയർന്നു വരുന്ന ജിൻറ്റോയെ പെട്ടെന്ന് ചെളിവാരി തേച്ച് തകർക്കാനുള്ള ഒരു ഗൂഢലക്ഷ്യത്തോടെയുള്ള ഒരു പ്ലാനായിട്ടാണ് ജിൻറ്റോയുടെ ആരാധകർ ഇതിനെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക.